ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ കാതുകുത്ത് സ്റ്റോറി ഒന്ന് കേട്ടാലോ? വെറും കാതുകുത്ത് സ്റ്റോറി അല്ലാട്ടാ, ഇതൊരു അതിജീവനത്തിൻ്റെ കഥയാണ് മക്കളെ. നിങ്ങൾക്ക് പലർക്കും ഇത് യൂസ്ഫുൾ ആവും. ഏകദേശം 1 മാസം മുമ്പാട്ടോ നമുക്ക് നക്ഷത്രയിൽ നിന്നൊരു വർക്ക് വരുന്നത്. ഇത്ര നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം. അപ്പോൾ അത്ര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ, ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മെമ്മറബിൾ ആയിട്ട് എനിക്ക് ചെയ്തേ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒട്ടും എക്സൈറ്റ്മെൻറ്റ് ഉറക്കണ്ട, കാത് അങ്ങോട്ട് കുത്തിയേക്കാന്ന് വിചാരിച്ചു. ഒരു കഥ ഫുൾ ഫില്ല് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അന്ന് 2 സ്റ്റഡി ചെയ്തിട്ടോ. മേളിലുള്ളത് ഓൾറെഡി ചെയ്തതാണ്. താഴെ കുത്തുന്ന ആ 2 ഇല്ലേ, ഇതാണ് നമ്മൾ കുത്തിയത്. ഇവന്മാർ 2 നമ്മൾ പുതിയ അതിഥികൾ. കുത്തുമ്പോൾ ഭയങ്കര വേണമെന്നുണ്ടായിരുന്നില്ല, എന്നാൽ എന്തോ കാതിലിങ്ങനെ അടിച്ചു കൊള്ളുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മരവിക്കാനുള്ള ക്രീമൊക്കെ പറ്റിയേക്കണോണ്ട് ഭയങ്കര പെയിൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഗൈസ്, ചെറിയ ചെറിയ പെയിനുകൾ ഉണ്ടാവുമെന്ന്. പക്ഷേ കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ പോലെ ഉപ്പും എണ്ണയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 1 വീക്കിനുള്ളിൽ നന്നായിട്ട് അത് ഉണങ്ങി നോർമലായിട്ടോ. അങ്ങനെ ഏകദേശം ഒരു 1 മന്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓണം ഫോട്ടോഷൂട്ട്സ് ചെയ്തു. എല്ലാം ബാക്ക് ടു നോർമൽ. സ്റ്റഡ് തന്നെ കേട്ടോ യൂസ് ചെയ്തത്. ഒരു 10 ഡേയ്സ് കഴിഞ്ഞ് അഴിച്ച് മാറ്റാമെന്നവർ പറഞ്ഞെങ്കിലും ഞാൻ അഴിക്കാൻ പോയില്ല. ഈ ഷൂട്ടിനൊക്കെ നമ്മൾ അതൊക്കെ തന്നെ ഇട്ടുകൊണ്ട് പോയി. ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം തതി ബീച്ചിലിരിക്കുമ്പോൾ ഒരു നല്ല പെയിൻ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഉത്രാടത്തിൻ്റെ അന്ന് പറ്റിയൊരു മണ്ടത്തരമുണ്ട് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അതെന്താന്ന് വഴിയെ പറയാം. കാതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ? ഇതാട്ടോ. ഒരു നൈറ്റ് ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്നു കേട്ടോ. പെയിനൊക്കെ സഹിച്ച് കിടന്നു. പിറ്റേ ദിവസം ഓയിൽമെൻ്റ് ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഇതുപോലെ ഇങ്ങനെ പുരട്ടി കൊടുത്തപ്പോഴത്തേക്കും വളരെ വളരെ വൈകിപ്പോയായിരുന്നു. പക്ഷേ ഈ ഓയിൽമെൻ്റ് നിങ്ങൾ നോക്കി വെച്ചോ, നല്ലതാണ്. കുറച്ചിട്ടാൽ മതിയിട്ട്. എനിക്ക് പെയിൻ കൊണ്ടൊന്നും അറിയാൻ പറ്റുന്നുണ്ടായില്ല, വേറെ ആരെ കൊണ്ട് ഞാൻ തൊടിക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് സംഭവം. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാത് വീർത്ത് കമ്മൽ അതിൻ്റെ ഉള്ളിലോട്ട് പോയിടാ. പിന്നെ ഒന്നും നോക്കിയില്ല. ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുള്ള അവസ്ഥയായപ്പോഴത്തേക്കും ഗെറ്റ് റെഡി വിത്ത് സ്റ്റെഡ് കാണാനില്ല, അകത്തേക്ക് പോയി കണ്ടാ നെട്ടും ഞാൻ സമ്മതിക്കൂല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരും കേട്ടോ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് അവരോട് മരുന്ന് കഴിക്കും. നാളെ ഇപ്പഴത്തെ കുത്താൻ പോകണ്ടേ? ഇത് ഉണങ്ങിയിട്ട് ഒരുമിച്ച് കുത്താം. കുത്തിക്കാട്ടോ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു വീട്ടിലെ അവസ്ഥ. ഇഞ്ചോട്ട് നല്ല ടെൻഷനായിരുന്നു. അത് നല്ല ഹാപ്പി ആയിരുന്നു. ഞാനെന്താ ചെയ്യാൻ പാടാത്ത ചെയ്ത് പണി കിട്ടിയ പോലെ ആയിരുന്നു നമുക്ക്. വലുതാവട്ടെ കേസ്, അവളിതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പകരം വീട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കേസ്. അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഇത് കീറി പുറത്തെടുത്ത് നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് വലിച്ചു ഊരുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഡോക്ടറിൻ്റെ കാല് പിടിച്ച് ചോദിച്ചു കേസ്, വേറെ എന്തെങ്കിലും വഴിയുണ്ടാകും. അപ്പോൾ എൻ്റെ അവസ്ഥ കൊണ്ട് പാവം തോന്നി. ഡോക്ടർ പറഞ്ഞ് ഞാൻ കുറച്ച് ആൻറ്റിബയോട്ടിക്സ് തരാം സ്വെല്ലിങ് മാറാനായിട്ട്, പിന്നെ പെയിൻ കില്ലേഴ്സും തരാം. വീട്ടിൽ ചെന്ന് ഇതൊന്ന് അഴിക്കാൻ പറ്റുമോ നോക്കുക. ഒരു മണിക്കൂറിനുള്ളിൽ അഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നോളൂ. അറ്റ്ലീസ്റ്റ് ഒരു പെയിൻ കില്ലർ ഇഞ്ചക്ഷനെങ്കിലും തന്നിട്ട് അഴിപ്പിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനൊന്നും നിൽക്കല്ലേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പിന്നെ പോണ വഴിക്ക് ഇതുപോലത്തെ ഒരു കമ്മൽ വാങ്ങിക്കോളാൻ പറഞ്ഞു. കണ്ടോ, പ്ലാസ്റ്റിക് ആണ് അതിൻ്റെ സ്റ്റെം. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങാനും കമ്മൽ ഊരിയെടുക്കാൻ പറ്റിയ നേരെ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ വേദന ഒന്നും ഉണ്ടാവില്ല, പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഹോൾ അടഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഇത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. യാതൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഓയിൽമെൻറ്റ് സെയിം നമ്മൾ യൂസ് ചെയ്തോളാനും പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി. ഒരു പ്രയാണമായിരുന്നു ഗൈസ്. ഞാൻ കുറേ ട്രൈ ചെയ്തു. വേദന എന്ന് അറിയുന്നില്ലെങ്കിലും പേടിയായിരുന്നു. ഉള്ളിലോട്ട് ഒന്നും കൂടി പോയി കമ്മൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇഞ്ചോട്ടൻ സൈഡിലെടുത്ത് കയറിയുന്നു. അമ്മയാണെങ്കിൽ ടെൻഷൻ അടിച്ചെടുക്കുന്നു, അച്ഛൻ വേറെ വഴിക്ക് നടക്കുന്നു. മൊത്തത്തിൽ എനിക്കും ടെൻഷനായി. പിന്നെ ഇവരുടെയൊക്കെ ടെൻഷൻ കണ്ടപ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടി കേസ്. ഒന്നും നോക്കിയില്ല, ഞാനത് സക്സസ്ഫുള്ളി ഊരിയെടുത്ത് കേസ്. എന്നിട്ട് നമ്മളുടെ പ്ലാസ്റ്റിക് കമ്മൽ ഇട്ട് കൊടുത്തു. ഇതാകുമ്പോഴത്തേക്കും എന്തെങ്കിലും സീനായി പഴുത്താലും നമുക്ക് ഒന്ന് വലിച്ചൂരിയെടുക്കാം. ആ കുത്തിയ സ്റ്റഡ് ഊരി കളഞ്ഞപ്പോൾ തന്നെ പകുതി വേനയും മാറിയിട്ടോ. നല്ല ആശ്വാസമായിരുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നേരെ ഡോക്ടറെ പോയി കാണുക കേട്ടോ. എന്നിട്ട് മാക്സിമം അത് കുത്തിയ സ്റ്റഡ് ഊരി മാറ്റിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതായിരുന്നു കാതുകുത്തൽ സ്റ്റോറി. പക്ഷേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് അറിയണ്ടേ? 1 മന്തിന് ശേഷമാണ് എൻ്റെ കാത് പഴുത്തത്. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് കുറച്ചധികം നാൾ തല കൊളിക്കാതിരിക്കേണ്ടി വന്നു. അപ്പോഴത്തേക്ക് നിറച്ച് ഡാൻഡ്രഫ് വന്നു. അപ്പോൾ അതിനെ ഓടിക്കാൻ ഒരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ ജിൻചേട്ടനാണ് എനിക്ക് ചെയ്ത് തന്നെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ താരൻ സ്ക്രബ് ചെയ്ത് കളയൂലേ, അത് ചെയ്ത് ആ പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ താരം മൊത്തം വന്ന് വീണത് ഈ സൈഡിൽ നമ്മുടെ ഈ ചെവിയുടെ പോർഷനിലായിരുന്നു. അപ്പോൾ അത്ര ഒരു മാസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻഫെക്റ്റഡ് ആയി, അങ്ങനെ പഴുത്തു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ആരും ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം കവറപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുക. കൈ പോലും അനാവശ്യമായിട്ട് തൊടാതിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. എന്തായാലും ചാവണിന് മുമ്പ് 2 കാതും ഞാൻ കുത്തി നിറക്കും. നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.